أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ അവസാനത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ദുൽഹജ്ജ് മാസത്തോടുകൂടി ഒരു ഹിജ്റ വർഷം അവസാനിക്കുകയാണ്. അതായത് ഇസ്ലാമിക കലണ്ടർ പ്രകാരം ദുൽഹജ്ജ് കഴിഞ്ഞാൽ പിന്നീട് മുഹറം ആരംഭിക്കുകയാണ്. മുഹറമോടുകൂടി പുതിയ ഒരു ഹിജ്റ വർഷം ആരംഭിക്കുകയാണ്. ഇപ്പം നിലവിൽ നമ്മളുള്ളത് 1447 ഹിജ്റ വർഷത്തിലാണ്. ഇനി 1448 ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ ശീലിക്കുന്നതുമായ ഒരു കലണ്ടറുണ്ട്. അതിലിപ്പോൾ 2026 എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഇതേതാ വർഷം എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് 2026 എന്ന് പെട്ടെന്ന് പറയും. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ ചുറ്റുപാട്ടിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാം ആ ഒരു കലണ്ടർ അനുസരിച്ചുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിന്, അല്ലെങ്കിൽ മുസ്ലിം പാരമ്പര്യത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കലണ്ടറുണ്ട്. അതിനെയാണ് ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്. മുഹറം മാസത്തോടു കൂടി തുടങ്ങി അങ്ങനെ 12 മാസങ്ങൾ പൂർത്തിയായി ദുൽഹജ്ജോടു കൂടി അവസാനിക്കുന്ന ഒരു ഹിജ്റ വർഷം. അപ്പോൾ അതിനെ ഹിജ്റ കലണ്ടർ എന്ന് പറയും. നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന മറ്റൊരു കലണ്ടറുണ്ട്, ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്ന ആ ഒരു കലണ്ടറുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹിജ്റ കലണ്ടറിൻ്റെ ബേസ് ചന്ദ്രനാണ്, ലൂണാർ സിസ്റ്റമാണ്, ലൂണാർ കലണ്ടറാണ്. അത് ചന്ദ്രോദയത്തെയും അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് അതിലെ മാസങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ സൂര്യനാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ദിവസങ്ങളിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വർഷത്തിൽ 365 അല്ലെങ്കിൽ 366 ദിവസങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ അതേസമയം ഹിജ്റ കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിൽ 355 അല്ലെങ്കിൽ 356 ദിവസങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ റമളാനിൽ ചിലപ്പോൾ 29 കിട്ടും, ചിലപ്പോൾ 30 കിട്ടും. അത് ചന്ദ്രപ്പിറവി അടിസ്ഥാനമാക്കിയിട്ട് അതിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അതായത് ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസം എന്ന കണക്കിലാണ് ഒരു വർഷത്തെ കണക്കാക്കേണ്ടത്. അത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അങ്ങനെ ഒരു സിസ്റ്റത്തിലാണെന്നാണ്. അതിൻ്റെ കാരണം എന്താ? ഈ ചന്ദ്രപ്പിറവി അടിസ്ഥാനമാക്കിയിട്ടാണ് ആ 12 എന്ന് പറയുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഒരു ഹിജ്റ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് അതിനെ ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിനെ പരിചയപ്പെടുത്തുന്നത്? അത് കലണ്ടർ സിസ്റ്റം, അതായത് മുസ്ലിങ്ങൾക്കായിട്ടുള്ളൊരു കലണ്ടർ സിസ്റ്റം, അത് കൃത്യമായിട്ട് ആരംഭിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. അതുവരെ അവിടെ ഉണ്ടായിരുന്ന നിലവിലുള്ള ഒരുപാട് സിസ്റ്റങ്ങളാണ് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാസങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അത് അവർ മനസ്സിലാക്കുന്നത് ജീസസ് ക്രൈസ്റ്റ്, നമ്മൾ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജന്മം മുതലാണ് അത് കണക്കാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ 2026 എന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പിറന്ന് 2026 വർഷമായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല രൂപത്തിലുള്ള കണക്കുകളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് തോന്നി, മുസ്ലിങ്ങൾക്ക് ഈ രൂപത്തിൽ അവരുടെ കാര്യങ്ങൾ കണക്കാക്കാൻ ഒരു മാനദണ്ഡം വേണം, ഒരു ബേസ് വേണം. അപ്പോൾ നമ്മൾ വർഷം കണക്കാക്കി തുടങ്ങാൻ എവിടുന്ന് നമ്മൾ തുടങ്ങും എന്ന് പറയുന്നൊരു ചർച്ച അവർ നടത്തുകയാണ്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മുതൽ നമുക്ക് കണക്കാക്കാം. ചിലർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് ഏത് വർഷമാണോ അതുമുതൽ 1-ാം വർഷം എന്നുള്ള രൂപത്തിൽ എണ്ണി തുടങ്ങാം. ചിലർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതൽ നമുക്ക് കണക്കാക്കി തുടങ്ങാം. ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ്. അതിൽ ഹിജ്റ
എന്ന് പറയുന്ന ഒരു അഭിപ്രായമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനടക്കമുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിൻ്റ് കൂടിയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിജ്റ വെച്ചുകൊണ്ട് നമുക്ക് വർഷത്തെ കണക്കാക്കാമെന്ന് അവസാനം തീരുമാനിക്കുകയും അങ്ങനെയാണ് അതിന് ഹിജ്റ കലണ്ടർ, അതുപോലെ തന്നെ ഹിജ്റ വർഷം എന്ന് പറയുന്ന ഒരു പേര് അതിന് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റ പോയ ആ ഒരു വർഷം ഒന്നാമത്തെ വർഷമായി കണക്കാക്കുകയും അവിടെ മുതലാണ് ഹിജ്റ വർഷ ആരംഭം തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ 1447 വർഷങ്ങൾ പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോയതിൻ്റെ 1447 വർഷങ്ങൾ പിന്നിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹിജ്റയെ ഇതിൻ്റെ ഒരു മാനദണ്ഡമായി, ഇതിൻ്റെ ഒരു ബേസായി സ്വീകരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് അത്രമാത്രം പ്രധാനമായത് ഇതുകൊണ്ടുകൂടിയാണ്. അതിൻ്റെ ധാരാളക്കണക്കിന് എന്തായിരുന്നു ഇസ്ലാമിലെ ഹിജ്റ എന്നും അതിൻ്റെ പാഠങ്ങൾ എന്തായിരുന്നു എന്നും അതെങ്ങനെയാണ് പിന്നീടുള്ള മുസ്ലിം ചരിത്രത്തിൽ വലിയ അർത്ഥത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയത് എന്നതൊക്കെയും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഹിജ്റ കലണ്ടർ ഹിജ്റ കലണ്ടർ നമുക്ക് പ്രസക്തമാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആരാധന അനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം ഈ ഹിജ്റ മാസത്തെയും അതിൻ്റെ ഡേറ്റുകളെയും ഒക്കെ വെച്ചുകൊണ്ടാണുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയും എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ നോമ്പ് തുടങ്ങുന്നത് റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ മുഹറം മാസം ആരംഭിച്ച് അതിലെ മുഹറം 9, 10 വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മുഹറം 10ൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിൽ മൂസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫറോവയിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ് മുഹറം 10. ഒരു വിമോചനത്തിൻ്റെ സന്ദേശമുള്ള ദിവസമാണ്. അതുകൊണ്ട് മുഹറം 10 ആഷൂറ എന്ന് പറയുന്ന നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന നമ്മളുടെ ഹിജ്റ കലണ്ടർ അനുസരിച്ച് കൊണ്ടുള്ള മാസ കണക്കിലാണ് നമ്മളതിൽ വരിക. അതുപോലെ തന്നെ നമ്മളുടെ പെരുന്നാൾ എപ്പോഴും നമുക്കറിയാം, പെരുന്നാൾ ദിവസം കണക്കാക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ നേരത്തെ നമ്മളൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ മാസങ്ങൾ തുടങ്ങുക, അതിൽ 2 അഭിപ്രായമാണ് പ്രധാനമായിട്ടുള്ളത്. അതായത് ചന്ദ്രപ്പിറവിയോടുകൂടിയാണ് ഒരു മാസം ആരംഭിക്കേണ്ടത്. എന്നാൽ ഈ ചന്ദ്രപ്പിറവി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്നതിൽ 2 അഭിപ്രായങ്ങൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒരഭിപ്രായം എന്ന് പറയുന്നത് അത് ചന്ദ്രപ്പിറവി നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു, കണ്ടിട്ടായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു ചന്ദ്രപ്പിറവി കാണുമ്പോൾ മാസം ആരംഭിക്കുകയാണ്. അങ്ങനെ എന്നാൽ പിൽക്കാലത്ത് നമുക്കറിയാം ഈ ചന്ദ്രപ്പിറവി മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ വികസിച്ചു. കണക്ക് വെച്ചുകൊണ്ട് അത് പരിശോധിക്കാൻ കഴിയും. അന്നത്തെ കാലത്ത് ആ രൂപത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ചന്ദ്രൻ എന്നാണ് പിറക്കുക എന്ന രീതിയിൽ ഉള്ളൊരു കൃത്യമായൊരു കണക്കന്ന് നിശ്ചയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കാണുക എന്ന് പറയുന്ന രീതി മാത്രമേ ഉള്ളൂ. എന്നാൽ പിൽക്കാലത്ത് കണക്കും അതുപോലെ ശാസ്ത്രവും ഒക്കെ വികസിച്ചതുകൊണ്ട് തന്നെ ചന്ദ്രപ്പിറവി നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് എന്നാണോ ചന്ദ്രപ്പിറവി ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് മുതൽ മാസം കണക്കാക്കി തുടങ്ങാം എന്ന മറ്റൊരഭിപ്രായമുണ്ട്. അപ്പോൾ ഈ 2 അഭിപ്രായത്തിനും അതിൻ്റേതായ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പെരുന്നാളിൻ്റെയും നോമ്പിൻ്റെയൊക്കെ തുടക്കത്തിൽ ചില ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അത് ചന്ദ്രനാണ് ചന്ദ്രപ്പിറവിയാണ് മാസം കണക്കാക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഏതായാലും അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഹിജ്റ കലണ്ടർ എന്ന് വിളിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ആമുഖത്തിൽ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഹിജ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.